നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ, സത്യം പറഞ്ഞാല് അവരെപ്പോഴും നിത്യ എടുത്തിരിക്കുന്നത് എനിക്ക് പായോ. ഒന്നാമത് സൈക്കോ, 2 നിത്യക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ യഥാർത്ഥ വിവരം നിത്യ എന്തെങ്കിലും പുറത്തു പറയാന്നുള്ള ഭയം. അത് തടയാൻ വേണ്ടി അവര് നിത്യ ഇല്ലായ്മ ചെയ്യാനും മടിക്കില്ല. എന്റെ ഭഗവതി, പാർവതി, നീ ഇരുന്നാ മതി നിത്യയുടെ അടുത്ത്. ബാക്കി സമയം ശരത്തുമോൻ ഇരുന്നോട്ടെ. ഞാൻ പുറത്തു പോകുമ്പോ അമ്മ ഇരുന്നാ മതി. ദേവിക ഇരുന്നോട്ടെ, അമ്മയുടെ ഒരു കണ്ണുണ്ടായാൽ മതി. പാർവതി, എടി, നീ അവളെ വിളിച്ച് അടുക്കളയിലേക്ക് പറഞ്ഞു വിട്. വിളിക്ക്. ദേവികേ, ദേവികേ. എന്താ അമ്മ? അല്ല, അടുക്കളയില് എനിക്കൊരു കൈസഹായം കിട്ടിയിരുന്നെങ്കിൽ. അമ്മ, ഞാൻ അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. അയ്യോ, അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ചട്ടിയിലേക്ക് ചാടി കയറി അവിയലായിട്ട് ആർക്കും വിളിക്കുമായിരിക്കും. ഹോ, നീ അവിടെ പോയിരുന്ന ആ കൊച്ചിന്റെ വിറ്റാമിൻ ഗുളിയൊക്കെ വാരി തിന്നാതെ അടുക്കളയിലേക്ക് പോവണേ. ഇങ്ങനെ ഒരു സാധനം. മുത്തശ്ശി, ഞാനും നിത്യക്കുട്ടിയും ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. ഇരിക്കും മോനെ. ആ പോതം അടുത്തിരിക്കുമ്പോ കൊച്ചിന് പേടിയില്ലാതെ കണ്ണടയ്ക്കാൻ പറ്റുമോ? മോൻ പോയിരിക്കും. നീ പാടി ഇങ്ങോട്ട്. ആഹാ, ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഉണ്ടല്ലോ. നിത്യക്കുട്ടി, മുത്തശ്ശിയുടെ ആധാരത്തിന്റെ കാര്യത്തില് നിന്റെ തണ്ട ആ പൊട്ട മനോഹരല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കുക. ആ കൂട്ടരെ, ആ വക്കീലുണ്ട്, സിദ്ധാർത്ഥൻ. ആധാരം ആ പരട്ട് തള്ളയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ അന്ന് തന്നെ ഞാൻ പണയം വെച്ചായിരുന്നു. ഫോട്ടോ കോപ്പി ഇവിടെ തരികയും ചെയ്തു. ആദ്യം 6 ലക്ഷമായിരുന്നു പ്ലാൻ ചെയ്തു. പിന്നെ അത് ഞാൻ 12 ലക്ഷമാക്കി മാറ്റി. കേട്ടോ കുത്തിക്കുട്ടി? 2 ലക്ഷം രൂപ ഞാൻ ശരവണ്ണന് കൊടുത്തേ. നമ്മുടെ തണ്ണിമത്തൻ തോട്ടത്തിന് മാനേജറല്ല, അങ്ങനൊരു തണ്ണിമത്തൻ തോട്ടവും ഇല്ല, മാനേജരും ഇല്ല. ഇത് പൊന്നുമണിയുടെ കെട്ടിയവനെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന ആ ശരവണൻ. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാലേ, നിന്റെ സുധിയേട്ടനെ നെഞ്ചത്ത് ലോറി കൊണ്ട് ചാർത്തിയ നിന്റെ തന്തയെ തേടി ലോറിയുമായിട്ട് വന്നവൻ. തൊടലഴിച്ചു വിട്ടിരിക്കുന്ന വേട്ടപ്പട്ടി, അതും ഈ ശരത്ത്. ഇനി എത്രയോ പേരെ വേട്ടയാടി പിടിക്കാൻ എന്റെ ആജ്ഞ കാത്തു നിൽക്കുന്നത്. ആ പിന്നെ 1 ലക്ഷം രൂപ ഞാൻ അമൃതത്തിന് കൊടുത്തു. ശരത്തന്റെ ബൈക്കിന് പിറകിലിരിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ?
അമുദം മടുക്കുമ്പോ മറ്റൊരാൾ. ആ ബാക്കി പണമേ അമ്മയ്ക്ക് കൊടുത്തേ. ദേവിക്കെതിരെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ. പാവം. അതിനിടയില് നിന്നെയും കൊല്ലും ഞാൻ. എന്റെ നെത്തിക്കുട്ടി ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് കാണാൻ ചാരത്തണ്ണു വയ്യ മുത്ത്. അതുകൊണ്ടാ. ആ സാറേ. ആ സ്വാമി, സ്വാമി ഒന്ന് ഇവിടെ വരെ വരണം. ആ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം. ആ സാറ് പറയണം സാർ. അക്ഷര സാമ്പ്രാണിക്കുടയിൽ തെറിച്ച പെണ്ണിന്റെ കാര്യത്തിന് പോയിട്ടുണ്ട്. ഏത് പൊന്നുമണിയോ? ആ പൊന്നുമണി തന്നെ. എന്ത് കാര്യത്തിനാണ് സാർ? കാര്യം നിരഞ്ജൻ സാറിന്റെ മുറപ്പെണ്ണൊക്കെ ആയിരിക്കും. എന്നാലും ഇത്തരം ചീള് കേസുകൾ നമ്മൾ ചുമക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ചാണകം ചുമന്ന ചാണകമേ നാറൂ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ആ ഞാൻ പറഞ്ഞു വന്നത്, സ്വാമിയ വക്കീലിന്റെ ചന്ദ്രലേഖ എന്നോ മറ്റാണ് അവരുടെ പേര്. അവരുടെ ഓഫീസിൽ നിന്ന് കണ്ടുപിടിക്കും. എൻ്റെ മകൾക്ക് വിവരമില്ലെങ്കിലും അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ശരി സാർ. ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ സാറേ, പല കാര്യങ്ങളിലും സാർ ഇറങ്ങി ആക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. യഥാർത്ഥ ജയശങ്കറിനെ ഇവർക്കാർക്കും അറിയില്ല, സ്വാമിക്ക് പോലും. ഊന്നുവടി ഉപേക്ഷിക്കേണ്ട സമയമായി സ്വാമി. എന്റെ മനസ്സങ്ങനെ പറയും. സ്വാമി തൽക്കാലം ഞാൻ പറഞ്ഞ് ചെയ്തിട്ട് വാ. ശരി സാർ.